ഹോസ്ദുർഗ് ബാറിലെ പ്രമുഖ അഭിഭാഷകൻ അന്തരിച്ച AV കൃഷ്ണറാവുവിന്റെ ഓഫീസ് ക്ലർക്കായി പ്രവർത്തിക്കുകയും തുടർന്ന് ഹോസ്ദുർഗ് ബാറിലെ അഭിഭാഷകരായ KV ജയരാജ്, ജോൺ തോമസ് എന്നിവരുടെ ഓഫീസിൽ ജോലി ചെയ്തു വരവെ കഴിഞ്ഞ 50 വർഷത്തെ ഔദ്യോഗിക സേവനത്തിൽ നിന്നും വിരമിച്ച KR ഗോപകുമാറിന് ആദരവ് നൽകി. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാൾ വെച്ചായിരുന്നു ആദരവ് സംഘടിപ്പിച്ചത്. കേരള ഹൈക്കോടതി ജഡ്ജ് S. മുരളീകൃഷ്ണ ഉദ്ഘാടനം നിർവഹിച്ചു. സാധാരണ ഈ 10-12 വർഷ കാലയളവിൽ പല ജില്ലകളിലായി ജോലി ചെയ്യുന്ന അവസരത്തിലും പിന്നീട് ഹൈക്കോടതിയിൽ പോയ ഈ 1 വർഷം കഴിഞ്ഞതിൻ്റെ ഇടയിലും പല ജില്ലകളിലും പല മീറ്റിങ്ങുകളിലും പല ഇതുപോലുള്ള സെൻഡ് ഓഫ് പരിപാടികളിലടക്കം പോയി സംസാരിക്കാനുള്ള അവസരമുണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വിഭിന്നമായി നിങ്ങളുടെ ഇടയിൽ വന്ന് നിന്നപ്പോൾ എന്താണ് സംസാരിക്കേണ്ടത് എന്നതിൻ്റെ ഒരു മറവി ബാധിച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ എന്നോട് കാണിച്ച സ്നേഹത്തിൻ്റെ ആ ഒരു ഓർമ്മ പുതുക്കൽ ഉള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെയുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിൽ വരാൻ കാരണം. കൂടാതെ ധാരാളം വേദികളിൽ പ്രസംഗിച്ചറിയുന്ന പ്രഗത്ഭരായ അഭിഭാഷകരുടെ മുന്നിൽ വെച്ച് സാധാരണ വാക്കുകളിലൂടെയല്ല എഴുത്തിലൂടെ മാത്രം എൻ്റെ മനസ്സ് പ്രകടിപ്പിക്കുന്ന ഞാൻ എന്താണ് സംസാരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ആലോചിക്കുകയായിരുന്നു ഇവിടെ ഇരുന്ന്. 1998 മുതൽ 2014 വരെ ഹോസ്ദുർഗ് കോടതികളിലെയും ഹോസ്ദുർഗ് ബാർ അസോസിയേഷനിലെയും അതുപോലെ തന്നെ എൻ്റെ ഓഫീസിനെയും എൻ്റെ സീനിയർ എനിക്ക് അനുവദിച്ചു തന്ന എൻ്റെ ഓഫീസിനെയും പിന്നീട് ഞാൻ വേറൊരു ഓഫീസിനോടുകൂടി അഡ്വക്കേറ്റ് മണികണ്ഠൻ അവരുടെ കൂടെ ഒരു ഓഫീസ് സെറ്റപ്പ് ചെയ്ത് അങ്ങോട്ട് പോയപ്പോഴും എൻ്റെ രണ്ടാം വീട് എന്ന പോലെയാണ് ഹോസ്ദുർഗ് കോടതിയെയും ബാർ അസോസിയേഷനെയും ഇവിടെ ഉള്ള എല്ലാവരെയും കണ്ടിരുന്നത്. സംഘാടക സമിതി ചെയർമാൻ VM ജയദേവൻ അധ്യക്ഷത വഹിച്ചു. ഹോസ്ദുർഗ് സബ് ജഡ്ജ് ബിജു MC മുഖ്യപ്രഭാഷണം നടത്തി. ബാലു ദിനേശ്, അബ്ദുൾ റാസിക് C, ഐശ്വര്യ രവികുമാർ, V വേണുഗോപാലൻ നായർ, അഡ്വക്കേറ്റ് KL മാത്യു, AC ജോസ്, KV ജയരാജ്, ജോൺ തോമസ്, രവീന്ദ്രൻ പേരാമ്പ്ര, ശ്രീകുമാർ, രഘുനാഥ് നായിക്, VV ബാലൻ, M ശശിധരൻ, ദയാനന്ദ, ശിവാനന്ദൻ, TV രാമകൃഷ്ണൻ, MK ശശികുമാർ, കുടുംബ കോടതി ജഡ്ജ് ദീപു ചെറോളി എന്നിവർ സംസാരിച്ചു. KR ഗോപകുമാർ മറുപടി ഭാഷണം നടത്തി. C രവി സ്വാഗതവും P സന്തോഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.